അസ്സലാമു അലൈക്കും. ഉമ്മ, ഒരു സംശയം. എന്താ? ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അവളെയും വിളിക്കണ്ടേ? ആരെ? ഉമ്മ നെറ്റി ചുളിച്ചും കൊണ്ട് ചോദിച്ചു. ഞാൻ കെട്ടാൻ പോകുന്നവളെ വിളിക്കണ്ടേ, അല്ലാതെ ആരാ? ഇപ്പോൾ അങ്ങനെയാണല്ലോ പതിവ്. ഷാനുവിൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ജിനു ഉണ്ടായിരുന്നു. അതുപോലെ നിൻ്റെ പെണ്ണിനെയും വിളിക്കണം. അവളെ വീട്ടുകാർ സമ്മതിക്കോ? സമ്മതിക്കാതെ പിന്നെ? ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ. ഞാൻ വിളിച്ച വിടുമെന്ന സംശയം. നീ വിളിക്കണ്ട, ജിനു വിളിച്ചോളൂ. അവൻ പതിയെ പറഞ്ഞതാണെങ്കിലും അത് ഉമ്മ കേട്ടിരുന്നു. ജിനു അവളും തമ്മിൽ എന്നും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഓ, അപ്പോൾ അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടല്ലേ. എൻ്റെ മോശപ്പെട്ട സ്വഭാവം എങ്ങാനും ജീന അവളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അതാണോ രാത്രി ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അവളെടുക്കാതെ വീട്ടുകാരെ കൊണ്ട് എടുപ്പിക്കുന്നത്? സ്വന്തം കെട്ടിയനോട് എൻ്റെ സ്വഭാവം പറയാത്ത ജിനു എൻ്റെ പെണ്ണിനോട് പറയോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. ഉമ്മ, ചായ. നിൻ്റെ ആലോചന കഴിഞ്ഞെങ്കിലേ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചോ. ഉമ്മ, കഴിക്കാനുള്ളത് റെഡിയായില്ലേ? എനിക്കിന്ന് മുതൽ രാവിലെ പോകണം. അതെന്താ അങ്ങനെ? ഇന്നു മുതൽ എനിക്ക് 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഇനി അങ്ങോട്ട് എന്നും അങ്ങനെയാണോ? അതെ. എന്നാൽ നീ പോയി കുളിച്ച് വന്നോ. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. അല്ല മോനെ, കല്യാണത്തിന് എത്ര ദിവസം ഒരു ലീവ് വന്നത്? ഒരാഴ്ചയെ? അതെൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഉമ്മ തന്നത്. ജോലിയിൽ കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞതാ കൂടുതൽ ലീവൊന്നും എടുക്കരുതെന്ന്. അവർ വാക്കനുസരിക്കാതെ ലീവ് എടുത്താലേ പിന്നെ എൻ്റെ ജോലി പോവും. അതിന് നീ വെറുതെ ലീവ് എടുക്കുന്നതല്ലല്ലോ, എൻ്റെ കല്യാണമായിട്ട് ലീവ് എടുക്കുന്നതല്ലേ. അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കേണ്ടി വരും. രാവിലെ മുതൽ ജീനു ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഷാനുവിൻ്റെ കോളും കാത്ത് 8 മണി കഴിഞ്ഞു. ഇതുവരെ അവൻ്റെ കോളോ മെസ്സേജോ വന്നിട്ടില്ല. ഈ ഫോണും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ ജിനു. എനിക്ക് ചായ ഒന്നും വേണ്ടേ? ഷാനുക്ക് ഇതുവരെ വിളിച്ചില്ല. ഉമ്മ, എന്നോട് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞതാ. അവിടെ എന്തെങ്കിലും തിരക്കാണോ? അതാ വിളിക്കാത്തത്. ഈ വന്ന് ചായ കുടിക്കാൻ നോക്ക്. ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ? വെറുതെ ഓനെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട. എന്നോട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവന് വിളിക്കും. എന്നാലും എന്താ അവൻ്റെ ഷാനുക്ക് വിളിക്കാത്തത്? ഇനി ഉമ്മ പറഞ്ഞതുപോലെ വല്ല തിരക്കിലും പെട്ട് കാണും. ഫോണും പിടിച്ച് നിരാശയോടെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ദേ, ഷാനുക്ക് വിളിക്കുന്നു. അതുവരെ സങ്കടപ്പെട്ടിരുന്നവൾ ഷാനുവിൻ്റെ കോൾ വന്ന ഉടനെ തുള്ളിക്കൊണ്ട് ഫോണുമായി റൂമിലേക്ക് പോകുന്നത് നോക്കി ഉമ്മ ചിരിയോടെ നിന്നു. ഷാനുക്ക് എന്താ വിളിക്കാൻ വൈകിയത്? എത്ര നേരമായിന്നറിയോ ഞാൻ ഈ ഫോണും പിടിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എടി പെണ്ണേ, ഞാൻ ഇപ്പോഴാണ് എണീറ്റത്. അതെന്തേ വൈകിയത്? തലവേദന കുറവില്ലേ? നല്ല ക്ഷീണം. അപ്പോൾ കുറച്ചധികം ഉറങ്ങിപ്പോയി. നീ ചായ കുടിച്ചോ? ഇല്ല. ഷാനുഖാൻ്റെ കോള് കാണാതായപ്പോഴേ ആകെ മൂഡ് ഓഫായി. അപ്പോൾ ചായ കുടിക്കാനൊന്നും തോന്നിയില്ല. നിസ്സാര കാര്യങ്ങളൊക്കെ മൂഡ് ഓഫ് ആവാൻ നിന്നാലേ അതിനല്ലേ നിനക്ക് സമയം കാണോ? ഷാനുക്ക, നാളെ എപ്പോഴാണ് വരിക? ഞാൻ വരുന്നില്ല. ഇവിടെ ഒരു പെണ്ണ് കെട്ടി കൂടിയാലോ എന്ന് ആലോചിക്കുക. പിന്നെ മറുവശത്ത് യാതൊരു പ്രതികരണവുമില്ല. അവൻ പറഞ്ഞത് അവൾക്ക് അത്ര ദഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് ഈ മൗനം. ജിനു, ഈ പെണ്ണ് ഫോൺ ഓഫാക്കി പോയോ? നീ മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ കോൾ കട്ടാക്കട്ടെ? വേണ്ട. ഓ, അപ്പോൾ ശബ്ദം പോയിട്ടില്ലല്ലേ? ഞാൻ കരുതി ശബ്ദം പോയെന്ന്. ഞാൻ നാളെ വരുമ്പോൾ നിന്നെ വിളിക്കാൻ പോരെ? മതി. ആദ്യം വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. വിളിക്കും. പക്ഷെ ഫോണും പിടിച്ചൊന്നും കഴിക്കാതൊന്നും കാത്തിരിക്കണ്ട. എന്നാൽ ശരി. സാറ് പൊണ്ടാട്ടിയെ വിളിച്ച് പഞ്ചായത്ത് അടിച്ചു നിന്നോ? സിദ്ധു സാർ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഓ, പിന്നെ അവന് പൊണ്ടാട്ടില്ലാത്തത് എൻ്റെ കുറ്റാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. വേഗം കുളിച്ച് റെഡിയായി വാ. ഒരു 10 മിനിറ്റ്, ഞാനിതാ വരുന്നു. അന്ന് രാത്രി ഷാഹി ജോലി കഴിഞ്ഞ് വരുന്നത് കാത്ത് ഉമ്മ ഉറങ്ങാതെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നും അവൻ വന്ന് ഡോർ തുറക്കാണ് പതിവ്. ഇന്ന് വിപരീതമായി ഡോർ തുറന്നു വെച്ച് ഉമ്മ അവനെയും കാത്തിരിക്കുന്നുണ്ട്. എന്താ ഉമ്മ, ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, നിന്നോട് സന്തോഷ വാർത്ത പറയാൻ കാത്തിരുന്നതാ. നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ഉമ്മാൻ്റെ വാക്ക് കേട്ടപ്പോൾ അവന് മനസ്സിലായിരുന്നു അത്രയും സന്തോഷമുള്ള എന്തോ ആണ് ഉമ്മ പറയാൻ പോകുന്നതെന്ന്. ബാഗ് സോഫയിലേക്ക് വെച്ച് ഉമ്മാക്ക് അരികിലിരുന്ന് അവൻ ചോദിച്ചു, എന്താ ഉമ്മ ഇത്രയും സന്തോഷമുള്ള കാര്യം? മോനെ, ഷാനു കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവൻ വരുന്ന കാര്യം പറയാൻ വിളിച്ചതാണോ? നാളെ രാത്രി ഇവിടെ എത്തും. അതാണോ ഇത്രയും വലിയ സന്തോഷ വാർത്ത? ആദ്യം ഞാനെന്ത് പറയട്ടെ? നിൻ്റെ കല്യാണ ഡ്രസ്സ് അവൻ്റെ വകയാണെന്ന് പറഞ്ഞു. അവൻ നെട്ടിലൂടെ ഉമ്മാനെ നോക്കി. അതേ മോനെ, ആദ്യം എനിക്കും വിശ്വാസമായില്ല.
കാരണം അവൻ മുമ്പ് പറഞ്ഞത് ഒന്നിനെ അവനെ പ്രതീക്ഷിക്കണ്ട എന്നല്ലേ. ഇന്ന് എന്നെ വിളിച്ച് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ കാര്യം സംസാരിച്ചത്. ഓ, രാവിലെ ഉമ്മ എന്തൊക്കെയായിരുന്നു എന്നെ പറഞ്ഞ് പേടിപ്പിച്ചത്. ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ടെൻഷൻ അടിച്ച ഷോപ്പിൽ സമയം കൂട്ടിയത്. ഓ, ഇപ്പോഴാണ് സമാധാനമായത്. എനിക്ക് മാത്രമാണോ ഡ്രസ്സ്, അതോ ബാക്കി എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. നിനക്കും നിൻ്റെ പെണ്ണിനും ഇവിടെ ഉള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അവൻ്റെ ഏതോ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. അവൻ നിന്നെപ്പോലെ അല്ലല്ലോ, അവൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാം അവനെപ്പോലെ തന്നെ ഉയർന്ന ജോലിയുള്ളവരാ. ഹോ, സമാധാനമായി. അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഒരു കല്യാണ ഡ്രസ്സ് എടുക്കാൻ ചില്ലറ ക്യാഷൊന്നും പോരാ. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷനിലായിരുന്നു ഞാൻ. എന്തായാലും അവന് നല്ല ബുദ്ധി വന്നല്ലോ, സന്തോഷമായി. ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞോ? എന്നാണെന്ന്? തിങ്കളാഴ്ച മുതൽ അവൻ ഓഫീസിൽ പോയി തുടങ്ങും. അതുകൊണ്ടേ ശനിയാഴ്ച പോയി ഡ്രസ്സ് എടുക്കാമെന്നാണ് അവൻ പറഞ്ഞത്. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. എളാമ്മയെ വിളിച്ചാൽ അവനെ ഇഷ്ടാവില്ല, അതുകൊണ്ട് എളാമ്മ വേണ്ട. പിന്നെ ആരാ ഉള്ളത്? റിനുവിനെ വിളിച്ചാലോ? പെങ്ങളെ സ്ഥാനല്ലേ അവളോട് വരാൻ പറയാം. അവളാവുമ്പോൾ അവന് താല്പര്യക്കുറവും കാണില്ല. എങ്കിലും ഉമ്മ നാളെ തന്നെ അവളെ വിളിച്ചു പറഞ്ഞേക്ക്. നിനക്ക് ലീവ് കിട്ടോ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഡ്രസ്സ് എടുക്കാനാണെന്ന് പറയണ്ട, അപ്പോൾ പറയും അവിടെ നിന്ന് എടുക്കാൻ. എന്തെങ്കിലും വയ്യ എന്ന് പറഞ്ഞ് ലീവ് എടുക്കേണ്ടി വരും. ആ ചാൻസിൽ എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് കാണാനും അവളോട് സംസാരിക്കാനും പറ്റുമല്ലോ. അവൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അറിയാതെ അവൻ പലതും മനസ്സിൽ കണക്ക് കൂട്ടി സ്വപ്നം കാണാൻ തുടങ്ങി. അല്ലമ്മ, അവളോട് വിളിച്ചു പറയണ്ടേ? ആരോട്? എൻ്റെ പെണ്ണിനോട്. ഒരു ദിവസം മുമ്പ് പറഞ്ഞാലല്ലേ അവൾക്ക് വീട്ടിൽ സമ്മതം ചോദിച്ച് വരാൻ പറ്റൂ. അത് ജിനു വന്നിട്ട് പറഞ്ഞോളും. നീ ഇപ്പോൾ ഒന്നും അവളോട് പറയാൻ പോകണ്ട. എന്നാൽ ഞാൻ പോയി കുളിച്ച് വരാം. പിറ്റേന്ന് പാലക്കാട് നിന്നും 9 മണിയോടെ അവർ നാട്ടിലെത്തി. സിദ്ധുവിനെ അവൻ്റെ വീട്ടിൽ വിട്ട് ഷാനവും മാതിയും നേരെ ജിനുവിൻ്റെ വീട്ടിലേക്ക് പോയി. നേരത്തെ തന്നെ അവളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് റെഡിയായി നിൽക്കണമെന്ന്. കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കില്ലെന്നും നല്ല ക്ഷീണമുണ്ടെന്നും പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞ പ്രകാരം പെണ്ണ് റെഡിയായി നിൽക്കുന്നുണ്ട്. അവിടെ കയറാതെ പോകുന്നത് മോശമല്ലെന്ന് കരുതി ഉമ്രത്ത് ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഉമ്മാനോട് സംസാരിച്ചുകൊണ്ട് അവൻ ഹാളിലേക്ക് കയറി. ആദ്യം ഉമ്രത്ത് തന്നെ നിന്നെങ്കിലും അവൻ വിളിച്ചില്ലെങ്കിലും അവൻ വന്നില്ല. അപ്പോഴേക്കും കണ്ടു അവളുടെ അനിയത്തിമാർ എന്തൊക്കെയോ ടേബിളിൽ കൊണ്ട് നിരത്തുന്നത്. ഒന്നും വേണ്ടാന്ന് അവൻ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞതായിരുന്നു. അവളോട് അത് കേൾക്കാതെ എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ പോവട്ടെ. അവർ കേൾക്കാതെ അവളെ നോക്കി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ഭക്ഷണം മുന്നിൽ വെച്ച കഴിക്കാതെ പോവാൻ പറ്റില്ലല്ലോ. അവനും ആദ്യം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അല്പസമയം അവയോട് സംസാരിച്ചു. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തുമ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയുണ്ട്. അവർ വരുമെന്ന് പറഞ്ഞത് കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്ന് അറിയിക്കാനാണെന്നറിയില്ല. ഉമ്മ ഉമ്മറത്ത് അവരെയും കാത്തിരിപ്പുന്നുണ്ട്. ഉമ്മ എന്തിനാ ഈ തണുപ്പിലിവിടെ വന്നിരിക്കുന്നത്? അകത്തിരുന്നാൽ പോരെ? നിങ്ങളെ നോക്കിയിരുന്നതാ. ഷാഹി വന്നോ? ഇല്ല, അവൻ വരാനായിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ജിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ബാക്കി നാളെ സംസാരിക്കാം. നല്ല ക്ഷീണമുണ്ട്. എന്നാൽ പോയി ഉറങ്ങിക്കോ. സാർ, ദേ കാറിൻ്റെ ചാവി അവിടെ വെച്ചോ. ആദ്യം ഞാനിപ്പോൾ കാറും കൊണ്ട് എവിടേക്കും പോകുന്നില്ല. പോവണമെങ്കിൽ തന്നെ നീ കൂടെ വേണം. ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ ജിനു. ഞാൻ പോയി കുളിച്ചു വരാം. എന്താ, കയ്യിന് വേദനയുണ്ടല്ലേ? ചെറുതായിട്ട്. 2 ദിവസം മുമ്പ് എൻ്റെ ഒരുവിധ കാര്യങ്ങളെല്ലാം ഞാൻ തനിയല്ലേ ചെയ്തത്. പക്ഷെ ഇന്നലെ മുതൽ ചെറിയ വേദനയും തളർച്ചയും. ഡോക്ടർ പറഞ്ഞിരുന്നു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. ചിലപ്പോൾ അതാവും. നല്ലൊരു മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാമല്ലേ? അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ നെറ്റ് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും നിന്നാൽ തണുപ്പ് കൂടും. ഞാൻ പോയി കുളിച്ചു വരാം. അവൻ കുളിച്ചു വരുമ്പോഴേക്കും അവൾ ബെഡ്ഷീറ്റെല്ലാം മാറ്റി വിരിച്ചു. അവന് മാറാനുള്ള ഡ്രസ്സും എടുത്തു വെച്ചു. അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി തിരിഞ്ഞു മറിഞ്ഞ് അവൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ഈ പാതിരാക്കാണ് ഇവളെ ഭംഗി ആസ്വദിക്കുന്നത്. പിറകിൽ കൂടെ പോയി അവളെ ഉറക്കെ പുണർന്നുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കഴുത്തിടലേക്ക് അമർത്തി വെച്ചു. എന്തൊരു തണുപ്പാ ഷാനുക്ക. നീയില്ലാതെ 2 ദിവസം എനിക്ക് ഉറക്കം വന്നിട്ടില്ല പെണ്ണെ. എനിക്കും.
മുൻപൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയാൽ 3-4 ദിവസം ഇട്ടും വീട്ടിൽ തിരിച്ചെത്താൻ. അന്നൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉറങ്ങിയ ഞാനിപ്പോൾ ആകെ വഷളനായി. നീ മാറ്റിയെന്ന് വേണം പറയാൻ. ഓ പിന്നെ ആണിൽ സഹിച്ചോ? ഇങ്ങോട്ട് വരുമ്പോൾ ക്ഷീണാണെന്ന് പറഞ്ഞ ആൾക്കെന്തേ പെട്ടെന്ന് ക്ഷീണം പോയോ? ആ, നിന്നെ കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ പോയി. നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്ട്. എന്താ എന്താ പ്രധാനപ്പെട്ട കാര്യം? ഈയിടായി ഷാരൂഖ് ഖാൻ്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല കേട്ടോ. അതിന് കാരണം ആരാ? നീ തന്നെയല്ലേ? എന്ത് നല്ല ഡീസൻ്റായ ചെക്കനായിരുന്നു ഞാൻ. എന്നെ എങ്ങനെ ആക്കിയത് നീ ഒരാളാണ്. പിന്നെ എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്ക് ഇട്ടോ. അങ്ങനെ അവർ ഓരോ കുസൃതികൾ കാണിച്ച് ഉറക്കത്തെ കൂട്ടിപ്പിടിച്ചു. പിറ്റേന്ന് ഷാനു ഉറക്കമുണർന്ന് താഴേക്ക് വരുമ്പോൾ ഷാഹി പോവാൻ റെഡിയാവുന്നുണ്ട്. നീ ഇന്ന് വൈകിയോ ഷാനു എഴുന്നേൽക്കാൻ? കുറച്ച് വൈകി. അപ്പോഴേക്കും അവനുള്ള ചായയുമായി ജിനു വന്നിരുന്നു. ജിനു ഷാനുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഷാഹിയുടെ നോട്ടം അവളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഷാനു വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. പക്ഷെ പേരിന് പോലും അവൻ്റെ നോട്ടം അവളിലേക്ക് പോയില്ല. ഒരു പക്ഷേ അവൻ അരികിലുള്ളത് കൊണ്ടാവുമെന്നവൻ ചിന്തിച്ചു. നിനക്ക് ഡ്യൂട്ടി സമയം മാറില്ലേ? മാറി. ശനിയാഴ്ച നിനക്ക് ലീവ് എടുക്കാൻ പറ്റില്ലേ? എല്ലാം ഞാൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു. ഉമ്മ പറഞ്ഞില്ലേ നിന്നോട്? ആ പറഞ്ഞിരുന്നു. ഞായറാഴ്ച ഷോപ്പ് ലീവാണ്. അതാണ് ഞാൻ ശനിയാഴ്ച പോകാമെന്ന് പറഞ്ഞത്. കല്യാണത്തിന് ദിവസമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ലീവ് എടുത്തോളാം. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിൻ്റെ പെണ്ണിനെ വിളിക്കണ്ടേ? ആ വേണം. അവൻ വിടർന്ന കണ്ണുകളോടെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. നീ വിളിക്കോ അതോ ഞങ്ങളാരെങ്കിലും വിളിക്കണോ? ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. നിങ്ങളാരെങ്കിലും വിളിക്കുന്നതാണ് നല്ലത്. അവരുടെ സംസാരമെല്ലാം സന്തോഷത്തോടെ ഉമ്മ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നീ എപ്പോഴാണ് രാത്രി ഷോപ്പിൽ നിന്നിറങ്ങുക? 10 മണി കഴിയും. വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വന്നിട്ട് വേഗം ഉറങ്ങരുതുണ്ടോ? എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ പതർച്ചയോടെ ചോദിച്ചു. നീ എന്തിനാ ടെൻഷനാവുന്നത്? തമാശ പോലെ അവൻ്റെ ചുമലിൽ അല്പം ഉച്ചത്തിൽ അടിച്ചുകൊണ്ടവൻ ചോദിച്ചു. അടിച്ചത് ഇടത് കൈ കൊണ്ടാണെങ്കിലും ആ അടയിൽ ഷാഹി ഒന്ന് നടുങ്ങിപ്പോയി. എല്ലാം നീ വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ നീ പോവാൻ നോക്ക്. പഠിച്ചോനെ, ഞാൻ ജിനുവിനോട് മോശമായി പെരുമാറിയത് ഇവനെ അറിഞ്ഞു കാണോ? അങ്ങനെയാണെങ്കിൽ കല്യാണച്ചക്കനെ വേറെ നോക്കേണ്ടി വരും. സമയം വൈകുന്നു ഷാഹി, പോവാൻ നോക്ക്. അവനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഷാനു ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞപ്പോഴാണ് അവൻ അവൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നടന്നത്. ഇതെന്താ ഷാനുക്ക, സമയം 9:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ എന്തിനാണ് ഉറങ്ങുന്നത്? കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ പോരെ? അന്ന് പതിവിലും നേരത്തെ ഉറങ്ങാൻ കിടന്നത് കൊണ്ടാണ് പരിഭവത്തോടെയുള്ള അവളുടെ ചോദ്യം. സമയം എത്രയായാലും കുഴപ്പമില്ല, ഈ ഇവിടെ കിടന്നേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഷാനു ജിനു റൂമിലേക്ക് പോയ ഉടനെ ഉമ്മയും പോയി കിടന്നു. കുറച്ച് സമയം TV കണ്ടതിന് ശേഷം ആദ്യം പോയി ഉറങ്ങി. നീ എന്താ ജിനു ഈ രാത്രിയിൽ എന്നെ വായ നോക്കുന്നത്? വായ നോക്കാതെ ഉറങ്ങ പെണ്ണേ. എനിക്ക് ഉറക്കം വരുന്നില്ല. അവൾ ചിണങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു പറഞ്ഞു. ഞാൻ പാട്ട് പാടി തരണോ നിനക്ക് ഉറങ്ങാൻ? ആ വേണം. ഞാൻ പാടിയ ചിലപ്പോൾ നീ ഉറങ്ങില്ല, എണീറ്റോടും. അതുകൊണ്ട് കണ്ണടിച്ച് വേഗം കിടക്കാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ. നീ എന്നെയും വായ നോക്കി കിടന്നോ. 11 മണിക്ക് ഉറങ്ങുന്ന ആളാണ് ഇന്ന് 9:30 കയറി കിടക്കുന്നത്. ഇങ്ങൾക്കത് എന്ത് പറ്റി? ഒരു കണക്കിന് നല്ലതാണ്. ഫോണിൽ കളി കുറഞ്ഞും കിട്ടുമല്ലോ. കുറേ സമയം അവൾ അവനെ നോക്കി അങ്ങനെ കിടന്നു. എപ്പോഴും അവളും ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഷാനു കണ്ണു തുറന്നു. പതിയെ അവൻ ബെഡിൽ നിന്ന് എണീറ്റ് ക്ലോക്കിലേക്ക് നോക്കി. സമയം 10:30. അവൻ്റെ ചുണ്ടിലൊരു ക്രൂര ചിരി വിരിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ ഡോർ അടച്ച് അവൻ താഴേക്കിറങ്ങി. എല്ലാവരും ഉറക്കിലാണ്. ഷാഹിയുടെ റൂമിൽ ലൈറ്റുണ്ട്. ഉമ്മാൻ്റെ റൂമിന് നേരെ ഒന്ന് നോക്കി ആ ഡോർ അടഞ്ഞുകിടപ്പാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഷാഹിയുടെ റൂമിൻ്റെ ഡോറിൽ പതിയെ തട്ടി. 1-2 തവണ ഡോറിൽ തട്ടിയതിന് ശേഷമാണ് അവൻ ഡോർ തുറന്നത്. ഡോർ തുറന്ന് ഷാഹി മുൻപിൽ നിൽക്കുന്ന ഷാനുവിനെ കണ്ട് ഒന്ന് ഞെട്ടി. സംസാരിക്കണമെന്ന് അവൻ രാവിലെ പറഞ്ഞെങ്കിലും അത് മറന്നു പോയിരുന്നു ഷാഹി വിചാരിച്ചത്. ദേ ഇപ്പോൾ വന്നുള്ളൂ. അല്ല, കുറച്ച് സമയമായി. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. രാത്രി ഞാൻ നിൻ്റെ പെണ്ണിനെ വിളിച്ച് സംസാരിക്കാറില്ലേ? ഡോറിന് മുമ്പിൽ തന്നെ നിൽക്കുന്ന ഷാഹിയെ ഒരു കൈ കൊണ്ട് മാറ്റി നിർത്തി ഷാനു റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ചിലപ്പോൾ. ഇന്നത്തെ സംസാരം കഴിഞ്ഞോ? ഇല്ല. എന്തേ? ഞാൻ വന്നത് കൊണ്ടാണോ? ഏയ് അല്ല. നീ എന്തിനാ ഷാഹി ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത്? ഇവിടെ ഇരിക്ക്.
നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനു മുമ്പ് ഡോറ് ലോക്ക് ചെയ്യേ. നോക്കി നിൽക്കാതെ പോയി ഡോറ് ലോക്ക് ചെയ്യടാ. നീ നിൻ്റെ പെണ്ണിനെ ഇതുവരെ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ? ആ ഉണ്ട്. എങ്കിലും ഒന്ന് കാണട്ടെ. ഷാനു കാണാതെ മറിച്ചു പിടിച്ചായിരുന്നു ഫോൺ ലോക്ക് തുറന്നത്. അവൻ്റെ ധാരണ ഇതൊന്നും ഷാനു ശ്രദ്ധിക്കില്ലെന്നാണ്. ദേ ഇതാണ് ആള്. ഫോണിങ്ങെത്താ, ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ. തട്ടിപ്പറിച്ച പോലെ ഷാഹിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഷാനു ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൊള്ളാം, എനിക്കിഷ്ടമായി, എല്ലാം കൊണ്ട് സൂപ്പർ. ഇവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം ആണ്. ഷാനു അവൻ കാണാൻ വേണ്ടി ആ ഫോട്ടോ ഒന്നുകൂടി സൂം ചെയ്തു. നോക്കി ഇരുന്നാൽ കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല അസൽ സാധനം തന്നെ. ഷാനു ചുണ്ടുകടിച്ച് പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. ഫോട്ടോയിൽ നോക്കിയുള്ള അവൻ്റെ സംസാരവും നോട്ടവും കണ്ട് ഷാഹി ദേഷ്യത്തിൽ പല്ല് കടിച്ചു. നീ ആ ഫോണിങ് തന്നെ. ഇങ്ങനെ ധൃതി കാണിക്കല്ലേ ഷാഹി, ഞാൻ ഒന്നുകൂടി കാണട്ടെ. ഇതുവരെ ഒരു പെൺകുട്ടികളെയും മോശമായ രീതിയിൽ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഇവനെന്താ എൻ്റെ പെണ്ണിനെ മോശമായ രീതിയിൽ നോക്കി സംസാരിക്കുന്നത്? ഷാഹി ദേഷ്യത്താൽ പല്ല് കടിച്ചുകൊണ്ട് ഫോൺ ഷാനുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി. എടാ പന്ന മോനെ, നിൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഞാനൊന്ന് ചുമ്മാ നോക്കി സംസാരിച്ചപ്പോഴേക്കും നിനക്ക് പൊള്ളിയില്ലേ? ആ ചോദ്യത്തോടൊപ്പം തന്നെ ഷാനുവിൻ്റെ കാൽ ഷാഹിയുടെ നെഞ്ചിലേക്ക് ഉയർന്നു താന്നു. എത്ര തവണ നിൻ്റെ മോശമായ നോട്ടം എൻ്റെ പെണ്ണിൽ വന്ന് പതിഞ്ഞിട്ടുണ്ട്, പറയടാ. ഇല്ല ഷാനു, ഇതുവരെ അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഷാഹി പറഞ്ഞു കഴിഞ്ഞില്ല. അവൻ്റെ ചെവിയിൽ നിന്ന് പൊന്നീച്ച പറന്ന് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അത്രയും ശക്തിയിലായിരുന്നു അവൻ്റെ കരണ് നോക്കിയുള്ള അടി. നീ എന്താടാ കരുതിയത്? ഞാനൊന്നും അറിയില്ലെന്നോ? അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം ഭിത്തിയിലുരച്ചു. വേണ്ട ഷാനു, എന്നെ ഒന്നും ചെയ്യരുത്. ഇല്ലടാ, നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാം. അന്ന് റൂമിലെ ഫ്ലവർ വൈസ് എങ്ങനെയാടാ പൊട്ടിയത്? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഷാനു, ബാം നോക്കാൻ പോയപ്പോൾ എൻ്റെ കൈ തട്ടി വീങ്ങുന്നതാണെന്ന്. സത്യം പറ, ഇല്ലെങ്കിൽ റൂമിലിട്ട് തീർക്കും നിന്നെ ഞാൻ. എന്നെ അറിയാലോ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തു കാണിക്കും. അവൻ്റെ മുഖമടച്ച് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അടിയുടെ ശക്തിയിൽ അവൻ നിലത്തേക്ക് വീണു പോയിരുന്നു. തലയിലാകെ ഒരു മരവിപ്പ്. അവിടുന്ന് അവനെ തൂക്കിയെടുത്ത് കഴുത്തിൽ പിടിമുറുക്കി ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. നീ സത്യം പറയുന്നോ അതോ എൻ്റെ കൈകൊണ്ട് നീ തീരുന്നോ? ഇടതു കൈയാണെങ്കിലും ഇതുവരെ ഇല്ലാത്ത ശക്തിയായിരുന്നു അപ്പോൾ അവൻ്റെ കൈക്ക്. ആ സമയം ഷാനുവിൻ്റെ കയ്യിൽ കിടന്ന് അവൻ ശ്വാസത്തിന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യണോ ചെയ്യണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനു ദേഷ്യത്താൽ വിറച്ചു. കണ്ണുകൾ ചുവന്ന നെരുമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ ആ ഭാവമാറ്റം കൊണ്ട് ഷാഹി പേടിയോടെ രണ്ടടി പിറകോട്ട് വെച്ചു. ആ നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ ഷാഹിയെ അടിച്ചു മലർത്തി. ഷാഹിക്കുരിൽ വിരൽ കൊണ്ടുപോലും എതിർക്കാൻ കഴിയാത്ത അത്രയും ശക്തിയിലായിരുന്നു അവൻ്റെ ഓരോ അടിയും. ഒരൽപ്പം ശ്വാസം ബാക്കി വെച്ചുകൊണ്ട് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി ഷാനു ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദിവസം മനസ്സിൽ കൊണ്ടു നടന്ന ടെൻഷൻ അവനിൽ നിന്ന് ഉരുകിയില്ലാതായി പോയിരുന്നു. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.